ഹായ് എവരിവൺ, വെൽക്കം ബാക്ക്. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഏതെങ്കിലും ഒരു ബാങ്കിൽ ഒരു സേവിങ്സ് അക്കൗണ്ട് തുറക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് തിരഞ്ഞെടുക്കാവുന്ന ഏറ്റവും നല്ലൊരു സീറോ ബാലൻസ് അക്കൗണ്ടാണ് ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത്. SBIയുടെ ഇൻസ്റ്റാ പ്ലസ് സേവിങ്സ് അക്കൗണ്ടാണിത്. നിങ്ങൾക്ക് ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിന് ബാങ്കിൽ ഒന്നും തന്നെ പോകേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്നും നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് തന്നെ തുടങ്ങാവുന്നതാണ്. വീഡിയോ KYC ചെയ്തുകൊണ്ട് ഈ ഒരു അക്കൗണ്ട് തുടങ്ങാവുന്നതുമാണ്. ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് നമ്മുടെ സാലറി അക്കൗണ്ട് ആയിട്ടും വേണമെങ്കിൽ ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. SBI ഇൻസ്റ്റാ പ്ലസ് സേവിങ്സ് അക്കൗണ്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് സാധാരണ മറ്റ് ബാങ്കുകളിൽ തുടങ്ങുന്ന സേവിങ്സ് അക്കൗണ്ടുകളുടെ എല്ലാ ആനുകൂല്യങ്ങളും നമുക്ക് ഈ ഒരു അക്കൗണ്ടിലൂടെ ലഭിക്കുന്നതാണ്. അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ATM കാർഡ് ലഭിക്കുന്നതാണ്. ഇത് നമ്മുടെ കോൺടാക്ട് അഡ്രസ്സിലേക്ക് പോസ്റ്റ് വഴി നമുക്ക് അയച്ചു തരുന്നതായിരിക്കും. ചെക്ക് ബുക്കും പാസ്ബുക്കും ആവശ്യമുണ്ട് എങ്കിൽ നമ്മൾ പ്രത്യേകം റിക്വസ്റ്റ് കൊടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഇന്റർനെറ്റ് ബാങ്കിംഗ്, മൊബൈൽ ബാങ്കിംഗ് തുടങ്ങിയ നമുക്ക് ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഉപയോഗിക്കാനായിട്ട് കഴിയും. ഈ ഒരു അക്കൗണ്ടിൽ നമുക്ക് പരിധിയില്ലാതെ എത്ര എമൗണ്ട് വേണമെങ്കിലും നിക്ഷേപിക്കാനും സാധിക്കും. മാത്രമല്ല ഇതൊരു സീറോ ബാലൻസ് അക്കൗണ്ട് കൂടെയാണ്. മറ്റേതൊരു സേവിങ്സ് അക്കൗണ്ടുകളെക്കാളും കൂടുതൽ ബെനിഫിറ്റ് SBI അവരുടെ ഇൻസ്റ്റാ പ്ലസ് സേവിങ്സ് അക്കൗണ്ടിലൂടെ നമുക്ക് നൽകുന്നത് കൊണ്ട് ഒരു സേവിങ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും തിരഞ്ഞെടുക്കാവുന്ന നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് SBI ഇൻസ്റ്റാ പ്ലസ് സേവിങ്സ് അക്കൗണ്ട്. നിങ്ങളൊരു SBI അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ കൈവശമുള്ള മൊബൈൽ ഫോൺ ഉപയോഗിച്ച് SBIയുടെ ഇൻസ്റ്റാ പ്ലസ് സേവിങ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് എന്നുള്ളതിന്റെ കംപ്ലീറ്റ് പ്രൊസീജിയർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ലൈവ് ഡെമോ ആയിട്ടാണ് ഞാൻ ഈ വീഡിയോ കാണിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങളൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് SBIയുടെ സീറോ ബാലൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് എന്നുള്ള വീഡിയോയിലോട്ട് പോകാം. SBI ഇൻസ്റ്റാ പ്ലസ് സേവിങ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് SBIയുടെ മൊബൈൽ ബാങ്കിംഗ് ആപ്ലിക്കേഷനായ യോനോ SBI ആപ്പ് വഴിയാണ്. അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ ഫോണിലുള്ള ആപ്പ് സ്റ്റോർ ഒന്ന് ഓപ്പൺ ചെയ്ത് അവിടെ യോനോ SBI എന്ന് ടൈപ്പ് ചെയ്തൊന്ന് സെർച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് യോനോ SBI എന്നുള്ള റിസൾട്ട് ഇതുപോലെ വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ആ ഒരു ആപ്പ് ഇവിടെ കാണാം, അതൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. അതിലിവിടെ ഇൻസ്റ്റാൾ എന്നുള്ള ഭാഗത്ത് പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫോണിൽ ആ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ലിങ്ക് ഞാൻ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഒരു ലിങ്ക് വഴി ഈ ഒരു ആപ്പ് ഡയറക്റ്റ് ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മുടെ ഫോണിൽ ആപ്പ് ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞിട്ട് ഇവിടെയുള്ള ഈ ഓപ്പൺ എന്നുള്ള ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ആപ്പ് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലൊരു ഇന്റർഫേസ് ആയിരിക്കും വന്നിട്ടുണ്ടായിരിക്കാം. ഇവിടെ നമുക്ക് ഓപ്ഷൻസ് കാണാം. എക്സിസ്റ്റിംഗ് SBI കസ്റ്റമേഴ്സ്, രജിസ്റ്റർ നൗ എന്നുള്ളൊരു ബട്ടൺ കാണാം. അതിന് താഴെയായിട്ട് ഡോണ്ട് ഹാവ് SBI അക്കൗണ്ട്, മേക്ക് UPI പേയ്മെന്റ്സ് എന്നിങ്ങനെയുള്ളതിന് വേണ്ടി വേറൊരു ഓപ്ഷൻ കാണാം. അതിന് താഴെയായിട്ട് ഓപ്പൺ സേവിങ്സ് അക്കൗണ്ട് എന്നുള്ളൊരു ബട്ടൺ കാണാം. അതിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം നമുക്ക് ഇതുപോലെ ഇന്റർഫേസിലോട്ട് വന്നിട്ടുണ്ടായിരിക്കും. ഇവിടെ ഓപ്പൺ ഇൻസ്റ്റാ പ്ലസ് സേവിങ്സ് അക്കൗണ്ട് എന്നുള്ള ബട്ടൺ നമുക്ക് ഇതുപോലെ കാണാം. ആ ഒരു ബട്ടണിലൊന്ന് നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഒരു ഇന്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. ഓപ്പൺ ചെയ്യുക ഡിജിറ്റൽ സേവിങ്സ് അക്കൗണ്ട് വിത്തൗട്ട് ബ്രാഞ്ച് വിസിറ്റ്. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ബ്രാഞ്ച് വിസിറ്റ് ചെയ്യാതെ തന്നെ നമുക്ക് ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കുന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇൻസ്റ്റാ പ്ലസ് സേവിങ്സ് അക്കൗണ്ട്, ഫുൾ KYC അക്കൗണ്ട്, വെരിഫിക്കേഷൻ ത്രൂ വീഡിയോ കോൾ, നോ ലിമിറ്റേഷൻ ഓൺ ബാലൻസ് ഓർ ട്രാൻസാക്ഷൻസ്. ഇതൊരു ഫുൾ KYC അക്കൗണ്ട് ആണ്. വെരിഫിക്കേഷൻ വീഡിയോ കോൾ വഴിയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന് ട്രാൻസാക്ഷനോ ലിമിറ്റുകളൊന്നും ഇല്ല എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു ഇത് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് സാലറി അക്കൗണ്ട് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കുന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടി ഇവിടെ താഴെ കൊടുത്തുള്ള ഐ വാണ്ട് ടു ഓപ്പൺ എ സാലറി അക്കൗണ്ട് എന്നുള്ള ബോക്സിൽ നമ്മൾ ടിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സാലറി അക്കൗണ്ട് ആയിട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മളിവിടെ ഓപ്പൺ ചെയ്യാനായിട്ട് പോകുന്നത് സാലറി അക്കൗണ്ട് അല്ല. അപ്പോൾ നമ്മൾ അതിൽ ടിക്ക് ചെയ്യുന്നില്ല. അതിനുശേഷം ഇവിടെ താഴെയുള്ള സബ്മിറ്റ് എന്നുള്ള ഈ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മൾ ഇതുപോലെ ഒരു ഇന്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടായിരിക്കാം. ഇവിടെ നമുക്ക് രണ്ട് ഓപ്ഷൻസ് കാണാം, സ്റ്റാർട്ട് എ ന്യൂ ആപ്ലിക്കേഷൻ എന്നും അതുപോലെ തന്നെ റെസ്യൂമേ ആപ്ലിക്കേഷൻ എന്നുള്ളതും. അപ്പോൾ നമ്മൾ പുതിയ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടി സ്റ്റാർട്ട് എ ന്യൂ ആപ്ലിക്കേഷൻ എന്നുള്ള ഓപ്ഷനിലാണ് പോകേണ്ടത്. ഇവിടെയുള്ള റെസ്യൂം ആപ്ലിക്കേഷൻ എന്നുള്ളത് ഇൻ കേസ് നമ്മൾ ആപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും കാരണവശാൽ നമ്മുടെ പേജ് ക്ലോസ് ആയി പോയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ നെറ്റ് കട്ടാവുകയോ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നമ്മുടെ പേജ് ക്ലോസ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ആ ഒരു ആപ്ലിക്കേഷൻ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടി റെസ്യൂം ആപ്ലിക്കേഷൻ എന്നുള്ള പേജിലാണ് പോകേണ്ടത്. നമ്മളോട് പുതിയ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ ന്യൂ ആപ്ലിക്കേഷൻ എന്നുള്ള ഓപ്ഷനിൽ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മൾ ഇതുപോലെ ഒരു ഇന്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടായിരിക്കുക. ഇവിടെ നമ്മുടെ അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസുകൾ നമുക്ക് കൊടുത്തിട്ടുണ്ട്, അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ള കൊടുത്തത്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് വായിച്ച് നോക്കുക. ശേഷം ഇവിടെ താഴെ കൊടുത്തുള്ള ഈ ഒരു കൺസെന്റ് ടിക്ക് ചെയ്യേണ്ട ഭാഗത്ത് നമ്മളൊന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. തുടർന്ന് നമ്മൾ ഇതുപോലെ ഒരു ഇന്റർഫേസിലോട്ട് വന്നിട്ടുണ്ടായിരിക്കും. ഇവിടെ ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിനുള്ള പ്രോസസ്സാണ് കൊടുത്തുള്ളത്. അപ്പോൾ അതിന് താഴെയുള്ള നെക്സ്റ്റ് എന്നുള്ള ബട്ടണിൽ നമ്മൾ ഒന്നുകൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ ഇതുപോലെ ഒരു ഇന്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. പ്ലീസ് പ്രൊവൈഡ് ദ ഫോളോവിംഗ് ഡീറ്റെയിൽസ് ടു റിസീവ് OTP. അപ്പോൾ നമുക്ക് OTP വരുന്നതിന് വേണ്ട ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കാനാണ്. മൊബൈൽ നമ്പറും ഇമെയിൽ ID ആണ്. ഫസ്റ്റ് മൊബൈൽ നമ്പർ, അതിന് താഴെ ഇമെയിൽ ID ഉണ്ട്. ഇമെയിൽ ID ഓപ്ഷനിലാണ്, വേണമെന്നുണ്ടെങ്കിൽ കൊടുത്താൽ മതി. അവിടെ മൊബൈൽ നമ്പർ എന്നുള്ള ഭാഗത്ത് നമ്മുടെ മൊബൈൽ നമ്പർ നമ്മളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇമെയിൽ ID ഉള്ളവർ അതുകൂടെ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ താഴെയുള്ള സബ്മിറ്റ് എന്നുള്ള ഈ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. OTP ഹാസ് ബീൻ സക്സസ്ഫുള്ളി സെൻഡ് ടു യുവർ മൊബൈൽ നമ്പർ. അപ്പോൾ നമ്മുടെ മൊബൈലിലേക്ക് നമുക്ക് ഒരു OTP സെൻഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ മൊബൈലിലേക്ക് വന്നിട്ടുള്ള ഒരു OTP, ഇവിടെ OTP വെരിഫിക്കേഷൻ എന്നുള്ള ഈ ഭാഗത്ത് നമ്മുടെ മൊബൈലിലോട്ട് വന്നിട്ടുള്ള ഒരു OTP കോഡ് നമ്മളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. എൻ്റർ മൊബൈൽ OTP എന്നുള്ളതാണ് ഒന്നാമത്തെ കോളത്തിൽ. രണ്ടാമത് എൻ്റർ ഇമെയിൽ OTP എന്നുള്ളതാണ്. അവിടെ നമ്മുടെ മൊബൈലിലേക്ക് വന്നിട്ടുള്ള ഒരു OTP കോഡ് ഒന്നാമത്തെ കോളത്തിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനടുത്ത കോളത്തിൽ നമ്മുടെ ഇമെയിലിലോട്ട് വന്നിട്ടുള്ള ഒരു OTP കോഡും എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ താഴെയുള്ള സബ്മിറ്റ് എന്നുള്ള ഈ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക.
പ്ലീസ് ക്രിയേറ്റ് യുവർ ആപ്ലിക്കേഷൻ പാസ്വേഡ്. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ പാസ്വേഡ് നമ്മളൊന്ന് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. ആപ്ലിക്കേഷൻ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം മിനിമം 8 ക്യാരക്ടേഴ്സ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും ഇൻക്ലൂഡ് ആയിരിക്കണം, ഡിജിറ്റ്സ് ഉണ്ടായിരിക്കണം, അതുപോലെ ഒരു സ്പെഷ്യൽ ക്യാരക്ടറും ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മളൊന്ന് ഓർത്തിരിക്കണം, നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. കാരണം നമുക്ക് ഇനി ഈ യോനോ എസ് ബി ഐ ആപ്പ് ഓപ്പൺ ചെയ്യുന്നതിന് ഈ ഒരു പാസ്വേഡ് തന്നെയാണ് വേണ്ടത്. അതുപോലെ തന്നെ നമ്മുടെ ആപ്ലിക്കേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും കാരണവശാൽ കട്ടായി പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും ഓപ്പൺ ചെയ്യുന്നതിന് റെസ്യൂം ആപ്ലിക്കേഷൻ എന്നുള്ള സെക്ഷന് വഴി വരണം എന്നുള്ളത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഈ ഒരു പാസ്വേഡ് ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പാസ്വേഡ് നിങ്ങൾ കറക്റ്റ് ആയിട്ടൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യേണ്ട എക്സാമ്പിൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ തന്നെ ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. ശേഷം ആ പാസ്വേഡ് റീ എൻ്റർ ആപ്ലിക്കേഷൻ പാസ്വേഡ് എന്നുള്ള കോളത്തിലും കൂടെ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം. അടുത്ത കോളത്തിൽ വരുന്നത് സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ എന്നുള്ളതാണ്. നമ്മുടെ പാസ്വേഡ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് റീസെറ്റ് ചെയ്യാനായിട്ട് വേണ്ടതാണ് ഈ ഒരു സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ അതിലൊരു സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്ത് കൊടുക്കുക അവിടുന്ന് ആരോഗ്യം ഉപയോഗിച്ചുകൊണ്ട്. അതിനുശേഷം താഴെയുള്ള കോളത്തിൽ അതിൻ്റെ ആൻസർ കൂടെ നമ്മളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ താഴെയുള്ള നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്ക് ഇതുപോലൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരിക്കും. നമ്മുടെ ആപ്ലിക്കേഷൻ നമ്മൾ തുടങ്ങി 2 ദിവസത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം. ഇല്ലാത്ത പക്ഷം നമ്മുടെ ആ ഒരു ആപ്ലിക്കേഷൻ ഡാറ്റ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്ത ഡാറ്റ നഷ്ടപ്പെടുമെന്നുള്ളതാണ്. അവിടെ നിന്ന് ഓക്കെ എന്നുള്ളതിലൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ ഇതുപോലൊരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. ഇവിടെ ഈ ബോക്സിൽ നമ്മളൊന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ താഴെയുള്ള നെക്സ്റ്റ് എന്നുള്ള ഈ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ ഇതുപോലൊരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. ഇവിടെ നമ്മുടെ ആധാർ ഡീറ്റെയിൽസ് കൊടുക്കുന്നതിനുള്ള സമ്മതം നൽകുന്നതിന് വേണ്ടിയാണ്. അവിടെ നമുക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ നിന്ന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ലാംഗ്വേജ് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം അതൊന്ന് റീഡ് ചെയ്ത് നോക്കുക. അതിനുശേഷം ഇവിടെ താഴെ കൊടുത്തിട്ടുള്ള ഐ അഗ്രി എന്നുള്ള ഈ കോളത്തിൽ നമ്മളൊന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക. ആ ഒരു ടിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ താഴെയുള്ള നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ നമുക്ക് ഓപ്പൺ ആയി വന്നിട്ടുണ്ടായിരിക്കും. അതിലൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. തുടർന്ന് നമ്മൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ട് വന്നിട്ടുണ്ടായിരിക്കും. ഇവിടെ നമ്മുടെ ആധാർ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. എൻ്റർ ആധാർ നമ്പർ എന്നുള്ള കോളത്തിൽ നമ്മുടെ ആധാർ നമ്പർ നമ്മളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള ഗെറ്റ് OTP എന്നുള്ള ഈ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതോടുകൂടെ നമ്മുടെ ആധാറിൽ നമ്മൾ ലിങ്ക് ചെയ്തിട്ടുള്ള ആ ഒരു മൊബൈലിലേക്ക് നമുക്കൊരു OTP വരുന്നതായിരിക്കും. എൻ്റർ OTP നമ്മുടെ മൊബൈലിലേക്ക് OTP വന്നിട്ടുണ്ട്. എൻ്റർ OTP എന്നുള്ള ആ ഒരു ഭാഗത്ത് നമ്മുടെ മൊബൈലിലേക്ക് SMS ആയി വന്നിട്ടുള്ള ആ ഒരു OTP കോഡ് നമ്മളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇനി അഥവാ നമുക്ക് ആ ഒരു OTP വന്നിട്ടില്ലെങ്കിൽ നമുക്കിവിടെ റീസെൻറ്റ് OTP എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. അപ്പോൾ നമുക്ക് അതിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ മൊബൈലിലേക്ക് ആ ഒരു OTP ഒരിക്കൽ കൂടെ സെൻഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ആ ഒരു OTP കോഡ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള സബ്മിറ്റ് എന്നുള്ള ഈ ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. തുടർന്ന് നമ്മൾ ഇതുപോലൊരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. ഇവിടെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എന്നുള്ളതാണ്. അതിൽ ഒന്നാമതായിട്ട് ആധാർ നമ്പർ എന്നുള്ളത് കാണാം. അവിടെ നമ്മുടെ മാസ്കഡ് ആയിട്ടുള്ള ആധാർ നമ്പർ നമുക്ക് കാണാം. അതിന് താഴെയായിട്ട് നമ്മുടെ നെയിം, ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത് തുടങ്ങിയ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് അവിടെ കാണാം. അതിന് താഴെയായിട്ടുള്ള നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം വരുന്ന പേജിൽ നമ്മുടെ അഡ്രസ് ഡീറ്റെയിൽസ് അവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. നമ്മുടെ ആധാർ കാർഡിൽ കൊടുത്തുള്ള ഡീറ്റെയിൽസ് നമുക്ക് അവിടെ കാണാം. അതിന് താഴെയായിട്ട് നമ്മുടെ സബ് ഡിസ്ട്രിക്ട് നമുക്ക് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക ആരോഗ്യം ഉപയോഗിച്ചുകൊണ്ട്. അതിനുശേഷം താഴെയുള്ള വില്ലേജ് എന്നുള്ള കോളത്തിൽ നമ്മുടെ വില്ലേജ് കൂടെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിന് താഴെയായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണാം. മൈ എബോവ് അഡ്രസ് ആസ് പെർ ആധാർ ഈസ് ഡിഫറെൻറ്റ് ഫ്രം മൈ പ്രസൻറ്റ് അഡ്രസ് എന്നുള്ളത്. അവിടെ നമ്മൾ പ്രസൻറ്റ് അഡ്രസ്സ് ആധാറിലുള്ള അഡ്രസ്സുമായിട്ട് ഡിഫറെൻ്റ് ആണെന്നുണ്ടെങ്കിൽ അതിൽ ടിക്ക് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ അഡ്രസ്സ് കറക്റ്റ് ആണ്, അതുകൊണ്ട് ഞാനിവിടെ ടിക്ക് ചെയ്യുന്നില്ല. അതിനുശേഷം താഴെ നെക്സ്റ്റ് എന്നുള്ള ബട്ടണിൽ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി ഇവിടെ പ്രസൻറ്റ് അഡ്രസ്സ് മാറ്റുള്ളവരാണെങ്കിൽ ആ കോളത്തിലൊന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള നെക്സ്റ്റ് എന്നുള്ള ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. തുടർന്ന് വരുന്ന പേജിൽ നമ്മുടെ പ്രസൻറ്റ് അഡ്രസ്സ് എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. കാരണം ഈ ഒരു അഡ്രസ്സിലോട്ടായിരിക്കും നമ്മുടെ ATM കാർഡ് ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് അയച്ചു തരുന്നത്. അപ്പോൾ എൻ്റെ അഡ്രസ്സ് ഇവിടെ കറക്റ്റ് ആണ്. അപ്പോൾ ഞാനിവിടെ നെക്സ്റ്റ് എന്നുള്ള ബട്ടണിൽ പ്രസ് ചെയ്യുന്നു. തുടർന്ന് നമ്മൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. എൻ്റർ യുവർ പാൻ. അവിടെ നമ്മുടെ പാൻ കാർഡ് നമ്പർ നമ്മളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ താഴെയുള്ള നെക്സ്റ്റ് എന്നുള്ള ഈ ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. തുടർന്ന് നമ്മൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ട് വന്നിട്ടുണ്ടായിരിക്കും. നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് അതിൽ നമ്മുടെ ആധാറിലുള്ള ഫോട്ടോ നമുക്ക് അവിടെ കാണാവുന്നതാണ്. അതിനുശേഷം ഇവിടെ താഴെയുള്ള നെക്സ്റ്റ് എന്നുള്ള ഈ ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. തുടർന്ന് നമ്മൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ട് വന്നിട്ടുണ്ടായിരിക്കും. ഇവിടെ നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാനാണ്. അതിന് നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നമ്മൾ അവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. തുടർന്ന് വരുന്ന പേജിൽ നമ്മുടെ മെറിറ്റൽ സ്റ്റാറ്റസ് എൻ്റർ ചെയ്ത് കൊടുക്കാനാണ്. അതിൽ നിന്ന് നമ്മളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. തുടർന്ന് വരുന്ന പേജിൽ അഡീഷണൽ ഡീറ്റെയിൽസ് എന്നുള്ളതാണ്. അതിൽ ഒന്നാമതായിട്ട് വരുന്നതിൽ സിറ്റി എന്നുള്ളതാണ്. അതിൽ നമ്മുടെ സിറ്റി നമ്മളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അടുത്ത ഓപ്ഷൻ വരുന്നത് ഫാദേഴ്സ് നെയിം, മദേഴ്സ് നെയിം തുടങ്ങിയവയാണ്. അവിടെ നമ്മുടെ ഫാദർ നെയിം, മദർ നെയിം തുടങ്ങിയ ഡീറ്റെയിൽസ് നമ്മളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അടുത്ത ഓപ്ഷനിൽ വരുന്നത് സ്പൗസ് നെയിം എന്നുള്ളതാണ്. അവിടെ നമ്മുടെ സ്പൗസ് നെയിം കൂടെ നമ്മളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അത് നമ്മുടെ മെറിറ്റൽ സ്റ്റാറ്റസ് മാരീഡ് സെലക്ട് ചെയ്തവർക്ക് ആ ഒരു ഓപ്ഷൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ അല്ലാത്തവർക്ക് അത് വന്നിട്ടുണ്ടാവില്ല. ഇത്രയും ഡീറ്റെയിൽസ് ഇവിടെ എൻ്റർ ചെയ്തതിന് ശേഷം ഈ താഴെയുള്ള നെക്സ്റ്റ് എന്നുള്ള ഈ ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. തുടർന്ന് നമ്മൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. ഇവിടെ നമ്മുടെ ഓക്യുപ്പേഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ളതാണ്. ഇതിൽ നിന്ന് നമ്മുടെ ജോലി സംബന്ധമായ ഡീറ്റെയിൽസ് നമ്മൾ ഏത് കാറ്റഗറിയിലാണ് വരുന്നത് എന്നുള്ളത് നമ്മൾ ആ 4 കാറ്റഗറി നോക്കിയിട്ട് അതിൽ നിന്ന് നമ്മുടെ ജോലി നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വരുന്ന പേജിൽ നമ്മുടെ ആനുവൽ ഇൻകം എന്നുള്ളതാണ്. അവിടെ നമ്മുടെ ആനുവൽ ഇൻകം നമ്മളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള നെക്സ്റ്റ് എന്നുള്ള ബട്ടണൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. തുടർന്ന് നമ്മുടെ റിലീജിയൻ സെലക്ട് ചെയ്യാനുള്ള പേജ് ഉണ്ട്. അതിൽ നിന്ന് നമ്മുടെ റിലീജിയൻ നമ്മളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വരുന്നത് അതിൽ കാറ്റഗറി സെലക്ട് ചെയ്ത് കൊടുക്കാൻ ആ ഒരു കാറ്റഗറി കൂടെ നമ്മളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക.
തുടർന്ന് വരുന്ന പേജിൽ നമ്മുടെ നോമിനി ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. അവിടെ നമ്മുടെ നോമിനി, നമ്മുടെ അവകാശിയായിട്ട് നമ്മൾ ആരെയാണോ ചേർക്കാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ ഒരു ഡീറ്റെയിൽസ് നമ്മൾ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. നോമിനീസ് നെയിം എന്നുള്ളതാണ് ഒന്നാമത്തെ കോളത്തിൽ. അതിൽ നമ്മുടെ നോമിനിയുടെ നെയിം നമ്മളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം. അടുത്ത കോളത്തിൽ വരുന്നത് റിലേഷൻഷിപ്പ് എന്നുള്ളതാണ്. അപ്പോൾ നോമിനിക്ക് നമ്മുടെയുമായിട്ടുള്ള റിലേഷൻ എന്താണെന്നുള്ളത് അവിടെ നിന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനടുത്ത കോളത്തിൽ ഡേറ്റ് ഓഫ് ബർത്ത് എന്നുള്ളത് നമ്മുടെ നോമിനിയുടെ ഡേറ്റ് ഓഫ് ബർത്താണ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ആ ഡേറ്റ് ഓഫ് ബർത്ത് കൂടെ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇത്രയും ഡീറ്റെയിൽസ് എൻ്റർ ചെയ്തതിന് ശേഷം താഴെയുള്ള നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വരുന്ന പേജിൽ നമ്മുടെ നോമിനി അഡ്രസ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. അവിടെ നമ്മുടെ നോമിനിയുടെ അഡ്രസ്സ് നമ്മൾ കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ താഴെ നെക്സ്റ്റ് എന്നുള്ള ഈ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ആ ഒരു പേജ് ക്ലോസ് ആയി പോയി വീണ്ടും നമ്മുടെ ആ ഒരു സ്റ്റാർട്ടിംഗ് പേജിലോട്ട് തന്നെ വന്നിട്ടുണ്ട്. നമ്മളതിൻ്റെ പ്രോസസ്സിങ് തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തെങ്കിലും കാരണവശാൽ ക്ലോസ് ആയി പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ അത് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു ഭാഗം ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു പേജിലോട്ട് തന്നെ വന്നിട്ടുണ്ടായിരിക്കും. ഇവിടെ നിന്ന് നമ്മൾ നേരത്തെ പോലെ തന്നെ ഓപ്പൺ സേവിങ്സ് അക്കൗണ്ട് എന്നുള്ള ഓപ്ഷനിൽ പോവുക. ഇവിടെ നിന്ന് ഓപ്പൺ ഇൻസ്റ്റാ പ്ലസ് സേവിങ്സ് അക്കൗണ്ട് എന്നുള്ള ഈ ഓപ്ഷനിൽ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇവിടെ സബ്മിറ്റ് എന്നുള്ളതിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. തുടർന്ന് വരുന്ന ഓപ്ഷനിൽ നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്, സ്റ്റാർട്ട് എ ന്യൂ ആപ്ലിക്കേഷൻ എന്നും റെസ്യൂം ആപ്ലിക്കേഷൻ എന്നുള്ളതുണ്ട്. അപ്പോൾ നമുക്ക് നേരത്തെ ഇവിടെ പുതിയ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യായിരുന്നു. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് എ ന്യൂ ആപ്ലിക്കേഷൻ എന്നുള്ളതിലാണ് പോയത്. ഇനി ഇവിടെ നമുക്ക് വേണ്ടത് നമ്മുടെ പഴയ ആപ്ലിക്കേഷൻ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടത്. അപ്പോൾ നമ്മൾ റെസ്യൂം ആപ്ലിക്കേഷൻ എന്നുള്ള ഓപ്ഷനിലാണ് പോകേണ്ടത്. അപ്പോൾ നമ്മൾ ആ ഓപ്ഷനൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. തുടർന്ന് നമുക്ക് ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ട് വന്നിട്ടുണ്ടായിരിക്കും. ഇവിടെ ഒന്നാമത്തെ കോളത്തിൽ നമ്മുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു മൊബൈൽ നമ്പർ നമ്മൾ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അടുത്ത കോളത്തിൽ വരുന്നത് അപ്ലിക്കേഷൻ പാസ്വേഡ് എന്നുള്ളതാണ്. അവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു ആപ്ലിക്കേഷൻ പാസ്വേഡ് കൂടെ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം ഇവിടെ താഴെയുള്ള റെസ്യൂം എന്നുള്ള ഈ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മൾ നേരത്തെ ആ ഒരു പേജിൽ ഏതൊരു പേജിലാണോ ഉണ്ടായിരുന്നത് ആ ഒരു പേജിലേക്ക് തന്നെ ആയിരിക്കും വരുന്നത്. നമ്മൾ ഏത് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുന്ന സമയത്താണോ കട്ടായി പോയിട്ടുള്ളത് ആ ഒരു പേജിലേക്ക് തന്നെ വരും. ഇപ്പം ഞാനിവിടെ കട്ടായി ഉണ്ടായിരുന്നത് നോമിനി ഡീറ്റെയിൽസ് കൊടുക്കുന്ന ആ ഒരു സമയത്തായിരുന്നു. ആ ഒരു പേജ് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിംഗ് പേജിലോട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ഡീറ്റെയിൽസ് ഒരിക്കൽ കൂടെ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ ആ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുന്നവിടെ കാണിക്കുന്നില്ല. അപ്പോൾ നമ്മളിവിടെ നേരത്തെ ഈ ഒരു പേജിൽ നിന്ന് നെക്സ്റ്റ് അടിക്കുന്ന സമയത്തായിരുന്നു ക്ലോസ് ആയി പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ശേഷം നമ്മൾ ഇവിടുന്ന് നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. തുടർന്ന് നമ്മൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കാം. പ്ലീസ് സെലക്ട് യുവർ ബ്രാഞ്ച്. അപ്പോൾ നമ്മുടെ ബ്രാഞ്ച് സെലക്ട് ചെയ്ത് കൊടുക്കാനാണ്. നമ്മുടെ ആധാറിലുള്ള പിൻകോഡ് അനുസരിച്ചുള്ള ബ്രാഞ്ച് ഓൾറെഡി അവിടെ വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി അത് കറക്റ്റായി വന്നില്ല എന്നുണ്ടെങ്കിൽ നൺ ഓഫ് ദി അബവ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു ബ്രാഞ്ച് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ എൻ്റെ ഇവിടെ ബ്രാഞ്ച് കറക്റ്റാണ്. അപ്പോൾ നമ്മൾ അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഇവിടെ താഴെ നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. റിവ്യൂ സെലക്റ്റഡ് ഹോം ബ്രാഞ്ച് എന്നുണ്ട്. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തെടുത്ത ഹോം ബ്രാഞ്ച് നമുക്ക് ഒരിക്കൽ കൂടെ റിവ്യൂ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് മാറ്റാനുള്ള ഒരു ഓപ്ഷൻ ഒരിക്കൽ കൂടെ ഉണ്ട്. എഡിറ്റ് എന്നുള്ളതിൽ സെലക്ട് ചെയ്തുകൊണ്ട് നമുക്കത് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ചേഞ്ച് ചെയ്യുന്നില്ല. അതിനുശേഷം ഇവിടെ താഴെ നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ശേഷം വരുന്ന പേജിൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അഗ്രി ചെയ്യാനുള്ളതാണ്. അപ്പോൾ നമ്മൾ റീഡ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്നുള്ള ആ ഒരു ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. തുടർന്ന് നമ്മൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു, ആക്സെപ്റ്റൻസ് ഓഫ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്നുള്ളതിൽ. അതിൽ നമ്മൾ ആ ടേംസ് ആൻഡ് കണ്ടീഷൻസ് കംപ്ലീറ്റ് ആയിട്ടൊന്ന് റീഡ് ചെയ്യുക. കംപ്ലീറ്റ് താഴോട്ടായിട്ടൊന്ന് സ്ക്രോൾ ചെയ്ത് കൊടുക്കുക. അതിൽ താഴെ എത്തിയതിന് ശേഷം ഇവിടെ താഴെയുള്ള ഐ ഹാവ് റീഡ് ആൻഡ് അഗ്രീഡ് ടു ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്നുള്ളതിലുള്ള ആ കോളത്തിലൊന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ താഴെയുള്ള നെക്സ്റ്റ് എന്നുള്ള ഈ ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. OTP ഹാസ് ബീൻ സക്സസ്ഫുള്ളി സെൻഡ് ടു യുവർ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ. ഓക്കെ, അപ്പോൾ നമ്മുടെ മൊബൈലിലേക്ക് നമുക്കൊരു OTP സെൻഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു OTP കോഡ് എൻ്റർ OTP എന്നുള്ള ഈ ഒരു കോളത്തിൽ നമ്മളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ താഴെയുള്ള നെക്സ്റ്റ് എന്നുള്ള ഈ ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. തുടർന്ന് നമ്മൾ ഇതുപോലൊരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. ഡെബിറ്റ് കാർഡ് ഡീറ്റെയിൽസ് എന്നുള്ളതാണ്. നെയിം ഓൺ കാർഡ്, നമ്മുടെ ഡെബിറ്റ് കാർഡിൽ വേണ്ട നെയിം നമ്മുടെ ആധാർ കാർഡിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്ന ആ നെയിം നമുക്കവിടെ കാണാവുന്നതാണ്. നമ്മുടെ ATM കാർഡിൽ പ്രിൻറ്റ് ചെയ്ത് വരേണ്ട നെയിമാണ് അവിടെ കൊടുത്തുള്ളത്. നമ്മുടെ ചോയ്സിനനുസരിച്ച് നമുക്കത് അവിടുന്ന് എഡിറ്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ചോയ്സ് എന്തെങ്കിലും മാറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് അവിടെ എഡിറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു നെയിമായിരിക്കും നമ്മുടെ ATM കാർഡിൽ നമുക്ക് പ്രിൻറ്റ് ചെയ്ത് വരുന്നത്. ഇൻഫർമേഷൻ ഓൺ കാർഡ് ഡെലിവറി, നമ്മുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് 15 ദിവസത്തിനുള്ളിൽ നമ്മുടെ ആധാർ അഡ്രസ്സിലേക്ക് നമ്മുടെ ATM കാർഡ് പോസ്റ്റ് വഴി അയച്ചു തരുന്നതായിരിക്കും എന്നുള്ളതാണ് ഇവിടെ കൊടുത്തുള്ളത്. നമ്മുടെ ഡെബിറ്റ് കാർഡ് നമുക്ക് കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് ചേഞ്ച് ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അഡ്രസ്സ് ചേഞ്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു അഡ്രസ്സിലോട്ടായിരിക്കും നമുക്ക് ATM കാർഡ് അയച്ചു തരുന്നത്. ശേഷം ഇവിടെ താഴെയുള്ള നെക്സ്റ്റ് എന്നുള്ള ഈ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. കൈൻഡ്ലി നോട്ട് യുവർ ടോക്കൺ നമ്പർ. ടോക്കൺ നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടോക്കൺ നമ്പർ നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം താഴെയുള്ള ഈ കോളത്തിൽ നമ്മളൊന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള നെക്സ്റ്റ് എന്നുള്ള ഈ ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ ഇതുപോലൊരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. വീഡിയോ KYC പ്രോസസ്സ്. നമ്മൾ വീഡിയോ KYC വഴിയാണ് ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ വീഡിയോ KYCയുടെ പ്രോസസ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് അവിടെ പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ പോയിന്റിൽ പറയുന്നത് നമ്മൾ വീഡിയോ KYC പേജിലേക്ക് റീഡയറക്റ്റ് ചെയ്യപ്പെടുമെന്നുള്ളതാണ്. അടുത്തായിട്ട് പറയുന്നത് വീഡിയോ കോളിൽ നമ്മളൊരു റാൻഡം വെരിഫിക്കേഷൻ കോഡ് എഴുതി കൊടുക്കണം എന്നുള്ളതാണ്. നമ്മുടെ OTP കോഡ് അല്ല എന്നുള്ളതോടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ കോളിൽ നമ്മുടെ പാൻ കാർഡിൻ്റെ ഫോട്ടോ എടുക്കും. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ കോളിൽ ഒരു
സൈൻ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി A4 സൈസിലുള്ള 2 വൈറ്റ് പേപ്പർ നമ്മൾ കയ്യിൽ കരുതണം. ഒരു ബ്ലൂ കളർ പേനയും നമ്മുടെ കയ്യിൽ കരുതേണ്ടതുണ്ട്. അതുപോലെ തന്നെ അക്കൗണ്ട് തുറക്കുന്നതിന് വേണ്ടി നമ്മളൊരു ഫോട്ടോയും എടുക്കുമെന്നുള്ളതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ വീഡിയോ KYC പ്രോസസ്സ് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇതിന് ശേഷം ഇവിടെ താഴെയുള്ള നെക്സ്റ്റ് എന്നുള്ള ഈ ബട്ടണൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം ഇതുപോലെ നോട്ടിഫിക്കേഷൻ അലോ ചെയ്തെടുക്കാനുള്ള ഒരു വിൻഡോ വന്നിട്ടുണ്ടായിരിക്കും. അതിലൊന്ന് അലോ ചെയ്ത് കൊടുക്കുക. തുടർന്ന് നമ്മൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. ഗെറ്റ് റെഡി, നമ്മുടെ വീഡിയോ KYC പ്രോസസ്സിന് വേണ്ടി റെഡി ആയിരിക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കാം. ഒന്നാമതായിട്ട് പറയുന്നത് നമ്മുടെ ആപ്ലിക്കേഷൻ ആരംഭിച്ച് 5 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നമ്മൾ വീഡിയോ കോൾ പൂർത്തീകരിക്കേണ്ടതുണ്ടെന്നുള്ളത്. രണ്ടാമതായി പറയുന്നത് നമ്മളൊരു സ്ഥിരതയുള്ള ഇന്റർനെറ്റ് കണക്ഷൻ ആവശ്യമുണ്ട്. അടുത്തായിട്ട് പറയുന്നത് നമ്മുടെ ഡിവൈസിൽ മൈക്രോഫോണ്, ലൊക്കേഷൻ, GPS ആക്സസ് തുടങ്ങിയ നമ്മൾ എനേബിൾ ചെയ്ത് കൊടുക്കണം എന്നുള്ളതാണ്. അതായത് നമ്മുടെ ഫോണിൽ ലൊക്കേഷനും GPS മൈക്ക് നമ്മൾ എനേബിൾ ചെയ്ത് കൊടുക്കണം വീഡിയോ കോളിന് വേണ്ടിയിട്ട്. അടുത്തായിട്ട് പറയുന്നത് വീഡിയോ കോളിന് വേണ്ടി നമ്മുടെ ക്രോം ഡീഫോൾട്ട് ബ്രൗസറായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം എന്നുള്ളതാണ്. അടുത്തതായിട്ട് പറയുന്നത് നമ്മുടെ ഒറിജിനൽ പാൻ കാർഡ്, ആധാർ കാർഡ് ഇവ നമ്മുടെ കൈവശം വെച്ചിരിക്കണം. അടുത്തായിട്ട് പറയുന്നത് ഇതിൻ്റെ കളർ കോപ്പി അല്ലെങ്കിൽ പാൻ തുടങ്ങിയവ ആക്സെപ്റ്റ് ചെയ്യില്ല എന്നുള്ളതാണ്. അടുത്തതായിട്ട് പറയുന്നത് വീഡിയോ കോളിൽ ഡിസ്റ്റർബൻസ് ഒഴിവാക്കുന്നതിന് വേണ്ടി ഒഴിഞ്ഞ സ്ഥലത്ത് പോയിരിക്കണം എന്നുള്ളതാണ്. അടുത്തായിട്ട് പറയുന്നത് അവസാനത്തെ നിരീക്ഷിക്കപ്പെടുന്നതിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അക്കൗണ്ട് ഓപ്പണിംഗ് പ്രോസസ്സിൽ നിന്ന് നിരസിക്കപ്പെട്ടേക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കിയതിന് ശേഷം നമ്മൾ വീഡിയോ കോൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടി സ്റ്റാർട്ട് വീഡിയോ കോൾ എന്നുള്ള ഈ ബട്ടണൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ വീഡിയോ KYC കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു തേർഡ് പാർട്ടി വെബ്സൈറ്റിലോട്ട് റീഡയറക്റ്റ് ചെയ്യും എന്നുള്ളതാണ് ഇവിടെ കൊടുത്തുള്ളത്. ഓക്കെ, ഇപ്പോൾ നമ്മളിവിടെ അടുത്തായിട്ട് നമ്മുടെ വീഡിയോ KYC പേജിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആ വീഡിയോ KYC പേജ് ഓപ്പണായി വരുന്നതിന് കുറച്ച് താമസം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആ ഒരു പേജ് ഓപ്പണായി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കുക. വെൽക്കം ടു വീഡിയോ KYC പ്രോസസ്, സ്റ്റാർട്ട് ജേണി എന്നുള്ള ഈ ബട്ടണൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇൻസ്ട്രക്ഷൻസ് താഴെ പറയുന്ന കാര്യങ്ങളായിട്ട് റെഡി അല്ലേ എന്നുള്ളത് ഒരിക്കൽ കൂടെ നമ്മോട് ചോദിക്കുന്നുണ്ട്. ഒറിജിനൽ പാൻ കാർഡ്, വൈറ്റ് പേപ്പർ, പെന്ന് തുടങ്ങിയ കാര്യങ്ങളായിട്ട് നമ്മൾ റെഡി അല്ലേ എന്നുള്ള ഒരിക്കൽ കൂടെ ചോദിക്കുന്നു. ഇനി നമുക്ക് ഈ സമയത്ത് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് വീഡിയോ കോളിന് തടസ്സമുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സമയം, നമുക്ക് വേണ്ട സമയത്തേക്ക് വേണ്ടി നമുക്ക് ആ ഒരു വീഡിയോ കോൾ ഷെഡ്യൂൾ ചെയ്യാം. അതിനുവേണ്ടി താഴെയുള്ള ഷെഡ്യൂൾ എന്നുള്ള ഈ ബട്ടണിൽ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ വേണ്ട സമയത്തേക്ക് ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ ഷെഡ്യൂൾ ചെയ്യുന്നില്ല, അപ്പോൾ അത് ക്യാൻസൽ ചെയ്യുക. അതിനുശേഷം താഴെയുള്ള ഐ ആം റെഡി എന്നുള്ള ഈ ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. തുടർന്ന് നമ്മൾ ഇതുപോലൊരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. ഇവിടെ നമ്മുടെ ക്യാമറ, മൈക്ക്, ലൊക്കേഷൻ തുടങ്ങിയ നമ്മൾ അലോ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അലോ പെർമിഷൻ എന്നുള്ള ഈ ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ നോട്ടിഫിക്കേഷനൊക്കെ ഒന്ന് അലോ ചെയ്ത് കൊടുക്കുക. പെർമിഷൻ ഹാവ് ബീൻ സക്സസ്ഫുള്ളി ഗ്രാൻറ്റഡ്. ഹോൾഡ് ഓൺ. ഇനി നമ്മുടെ ആ ഒരു വീഡിയോ കോൾ സ്റ്റാർട്ട് ചെയ്യുന്ന വരെ ഒന്ന് ഹോൾഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ എക്സിക്യൂട്ട് കണക്റ്റ് ആകുന്ന വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളെ കോൾ കണക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. വൺ ലാസ്റ്റ് തിങ്, ചെക്ക് ഇൻ്റർനെറ്റ് സ്ട്രെങ്ത്. അപ്പോൾ നമ്മുടെ ഇൻ്റർനെറ്റ് സ്ട്രെങ്ത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ഇൻ്റർനെറ്റ് സ്ട്രെങ്ത് ചെക്ക് ചെയ്യുന്നത് നമുക്കിവിടെ കാണാം. യു ആർ ഓൾ സെറ്റ്. ഇപ്പം നമ്മുടെ വീഡിയോ കോളിലൂടെ കണക്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം അവർ നമ്മളോട് ചോദിക്കുന്ന കാര്യങ്ങൾക്ക് നമ്മൾ കറക്റ്റായിട്ട് മറുപടി പറഞ്ഞു കൊടുക്കുക. അവർ നമ്മുടെ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, പാൻ കാർഡ് നമ്പർ തുടങ്ങിയ ഡീറ്റെയിൽസ് ആയിരിക്കും ചോദിക്കുക. അപ്പോൾ നമ്മൾ ആ ഒരു ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ നമ്മുടെ ബാക്ക് ക്യാമറ ഓപ്പൺ ആക്കും. ആ സമയത്ത് നമ്മുടെ പാൻ കാർഡിൻ്റെ ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ആ ഒരു പാൻ കാർഡ് കറക്റ്റ് പൊസിഷനിലൊന്ന് വെച്ച് ആ പാൻ കാർഡിൻ്റെ ഫോട്ടോ എടുക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ആ വൈറ്റ് പേപ്പറിൽ നമ്മളൊരു സൈൻ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ആ ഒരു സിഗ്നേച്ചർ നമ്മൾ ഇതുപോലെ ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടി കറക്റ്റായിട്ടൊന്ന് പിടിച്ചു കൊടുക്കുക. അതിനുശേഷം ഇനി നമ്മുടെ ഫോട്ടോ ആണ് എടുക്കാനുള്ളത്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ക്യാമറ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മളിതുപോലെ കറക്റ്റായിട്ട് ആ പൊസിഷനിലൊന്ന് പിടിച്ചു കൊടുക്കുക. അതിനുശേഷം വീഡിയോ കോൾ ഡിസ്കണക്റ്റ് ആകുന്നതായിരിക്കും. താങ്ക് യു. ദ വീഡിയോ കോൾ ഹാസ് എൻഡഡ്. വി ഹാവ് സക്സസ്ഫുള്ളി റെക്കോർഡഡ് യുവർ ഇൻഫർമേഷൻ. യു വിൽ ഷോർട്ട്ലി റിസീവ് ആൻ അപ്ഡേറ്റ് ഓൺ ദി സ്റ്റാറ്റസ് ഓഫ് യുവർ ആപ്ലിക്കേഷൻ. ഇനി നമുക്ക് ഈ ഒരു വിൻഡോ ക്ലോസ് ചെയ്ത് കൊടുക്കാം. തുടർന്ന് നമ്മൾ വീണ്ടും ആ ഒരു യോനോ SBI ആപ്പിൻ്റെ ഇൻ്റർഫേസിലോട്ട് ഇതുപോലെ വന്നിട്ടുണ്ടായിരിക്കും. ഇനി നമുക്ക് യോനോ ആപ്പ് രജിസ്റ്റർ ചെയ്യുന്നത് നമ്മുടെ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ആ ഒരു മൊബൈൽ നമ്പർ വഴിയാണ് നമ്മുടെ യോനോ ആപ്പ് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ ഒരു SMS നമ്മുടെ ഫോണിൽ നിന്നും സെൻഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മൾ ആ ഒരു SMS സെൻഡ് ചെയ്യേണ്ട ബാലൻസ് നമ്മുടെ ഫോണിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. നമ്മൾ കോള് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം പെട്ടെന്ന് തന്നെ ആ ഒരു രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം നമ്മുടെ ഫോണിൽ 2 സിമ്മൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു സിം കാർഡ് നമ്മുടെ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത സിം നമ്പർ നമ്മളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ താഴെയുള്ള നെക്സ്റ്റ് എന്നുള്ള ഈ ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ ഇതുപോലെ നമ്മുടെ ഫോണിൽ നിന്ന് SMS സെൻഡ് ചെയ്യാനുള്ള ആ ഒരു പേജിലോട്ട് വന്നിട്ടുണ്ടായിരിക്കും. നമ്മൾ ആ ഒരു SMS അവിടെ വന്നിട്ടുണ്ടായിരിക്കും. ജസ്റ്റ് അതിൽ സെൻഡ് ബട്ടണിലൊന്ന് പ്രസ് ചെയ്തുകൊണ്ട് ആ ഒരു SMS സെൻഡ് ചെയ്ത് കൊടുക്കുക മാത്രം ചെയ്താൽ മതി. അതിനുശേഷം ബാങ്ക് നമ്മുടെ മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്യുന്ന ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും.
അപ്പോൾ അത് കംപ്ലീറ്റ് ആവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നമ്മൾ കൊടുത്തിട്ടുള്ള ആ ഒരു മൊബൈൽ നമ്പർ നമ്മുടെ ബാങ്ക് ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒരു പേജ് ഓപ്പൺ ആയി വരും. ഇവിടെ പ്രൊസീഡ് എന്നുള്ള ഈ ബട്ടണിൽ നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. തുടർന്ന് നമുക്ക് ഇതുപോലെ ലോഗിൻ ചെയ്യാനുള്ള ഒരു പേജ് ഓപ്പൺ ആയി വന്നിട്ടുണ്ടായിരിക്കും. അവിടെ ഒന്നാമത്തെ കോളത്തിൽ യൂസർ നെയിം എന്നുള്ളതാണ്. യൂസർ നെയിം നമുക്ക് ആ ഒരു SMS ആയിട്ട് നമ്മുടെ മൊബൈലിലേക്ക് വന്നിട്ടുണ്ടായിരിക്കും. ആ ഒരു യൂസർ നെയിം നമ്മൾ അവിടെ എൻ്റർ ചെയ്തു. ഇനി നിങ്ങൾക്ക് അഥവാ യൂസർ നെയിം SMS ആയിട്ട് ലഭിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ATM കാർഡ് കിട്ടിയ ശേഷം ATM മെഷീൻ വഴി നിങ്ങളുടെ ATM കാർഡ് ആക്ടിവേഷൻ ചെയ്യാം. അതിനുശേഷം ATM കാർഡ് ഉപയോഗിച്ചുകൊണ്ട് യോനോ ആപ്പ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. ആ വീഡിയോ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അവിടെ നിന്നും കാണാവുന്നതാണ്. അതിനുശേഷം എൻ്റെ പാസ്വേഡ് എന്നുള്ള കോളത്തിൽ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഒരു അപ്ലിക്കേഷൻ പാസ്വേഡ്. അതേ അപ്ലിക്കേഷൻ പാസ്വേഡ് സെയിം തന്നെയാണ് നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ആ എൻ്റർ പാസ്വേഡ് എന്നുള്ള കോളത്തിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു അപ്ലിക്കേഷൻ പാസ്വേഡ് കൂടെ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള സബ്മിറ്റ് എന്നുള്ള ഈ ബട്ടണിൽ നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതോടുകൂടി നമ്മുടെ രജിസ്റ്റർ ചെയ്ത മൊബൈലിലേക്ക് നമുക്കൊരു OTP വരുന്നതായിരിക്കും. എൻ്റർ OTP എന്നുള്ള ഈ ഭാഗത്ത് നമ്മുടെ മൊബൈലിലേക്ക് നമ്മൾ റിസീവ് ചെയ്തിട്ടുള്ള ആ ഒരു OTP കോഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മൊബൈലിലേക്ക് OTP വന്നിട്ടുണ്ട്. ആ ഒരു OTP നമ്പർ നമ്മൾ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള നെക്സ്റ്റ് എന്നുള്ള ഈ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇവിടെ കൺസെൻ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു അഗ്രി ചെയ്യാനുള്ള കോളത്തിൽ അതൊന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അടുത്തായിട്ട് വരുന്നത് നമ്മുടെ ആപ്പ് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ട MPIN സെറ്റ് ചെയ്ത് കൊടുക്കാനുള്ള പേജാണ്. സെറ്റ് ന്യൂ MPIN എന്നുള്ള ഒരു ഭാഗത്ത് ഒരു പുതിയ 6 അക്ക MPIN കോഡ് നമ്മളൊന്ന് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള റീ എൻ്റർ ന്യൂ MPIN എന്നുള്ള കോളത്തിൽ നമ്മൾ മുകളിൽ കൊടുത്ത ആ ഒരു പിൻ അതുപോലെ തന്നെ ഒന്നുകൂടെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. ശേഷം താഴെയുള്ള നെക്സ്റ്റ് എന്നുള്ള ഈ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. കൺഗ്രാറ്റുലേഷൻ, യു ആർ സക്സസ്ഫുള്ളി രജിസ്റ്റേർഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ രജിസ്ട്രേഷൻ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആപ്പ് ഓപ്പൺ ചെയ്ത് വരുന്ന സമയത്ത് ഇതുപോലെ ആയിരിക്കും ഇൻ്റർഫേസ് ഉണ്ടാവുക. നമ്മൾ അവിടുന്ന് അക്കൗണ്ട്സ് എന്നുള്ള ഈ ഓപ്ഷനിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിൻ്റെ മെയിൻ ഇൻ്റർഫേസ് നമുക്ക് ഇതുപോലെ കാണാവുന്നതാണ്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ SBI ഇൻസ്റ്റാ പ്ലസ് സേവിങ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിൻ്റെ കംപ്ലീറ്റ് പ്രൊസീജിയർ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ SBI ഇൻസ്റ്റാ പ്ലസ് സേവിങ്സ് അക്കൗണ്ട് നമുക്ക് ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ ഡെബിറ്റ് കാർഡ് നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് 15 ദിവസത്തിനുള്ളിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സിലോട്ട് അവർ അയച്ചു തരുന്നതായിരിക്കും. അതിനുശേഷം നമുക്ക് സാധാരണ അക്കൗണ്ട് പോലെ എല്ലാ കാര്യങ്ങൾക്കും ഈ ഒരു അക്കൗണ്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഇതിൻ്റെ കംപ്ലീറ്റ് പ്രൊസീജിയർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എല്ലാം വിശദമായിട്ട് തന്നെയാണ് കാണിച്ചത്. അതുകൊണ്ട് തന്നെ വീഡിയോയുടെ ലെങ്ത് അല്പം കൂടിപ്പോയിട്ടുണ്ട്. എന്നിരുന്നാൽ നിങ്ങൾക്ക് തീർച്ചയായും ഈ ഒരു വീഡിയോ കാണുന്നതിലൂടെ ഏതൊരാൾക്കും അവരുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് വളരെ അനായാസം ഒരു SBI അക്കൗണ്ട് അവരുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. SBI സീറോ ബാലൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് കൂടെ ഉപകാരപ്പെടുന്നതിന് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോയുടെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. തുടർന്നുള്ള ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനാബിൾ ചെയ്ത് വെക്കുക. ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.